ഈ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും കുറച്ച് ആൾക്കാർ, അവർക്ക് കുറച്ച് പേരെ മതി. കാരണം ഇംഗ്ലണ്ടിലുള്ള മുഴുവൻ ജനതയും കൂടെ വന്നാലും ഇന്ത്യ ഭരിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇന്ത്യക്കാരെ കുറച്ച് പേരെ അവർക്ക് ആവശ്യമുണ്ട് ഭരിക്കാൻ വേണ്ടി അവർക്ക് റൂട്ടുണ്ടാകരുത്. അതുകൊണ്ടാണ് സിവിൽ സർവീസ് പഠിച്ചവൻ രാഷ്ട്രീയക്കാരനാകരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം. അവനെ ട്രാൻസ്ഫർ ചെയ്യും, നാട്ടുകാരുമായിട്ട് ബന്ധമുണ്ടായ അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്തിനാണ്? പോലീസുകാർക്കൊക്കെ ട്രാൻസ്ഫർ എന്തിനാണ്? നിങ്ങൾ ജനങ്ങളുമായി ബന്ധം ഉണ്ടാകരുത്. ഇത് നമ്മളിതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുമായി ബന്ധം ഉണ്ടാകണ്ടേ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്? ട്രാൻസ്ഫർ ചെയ്ത് അവരെ കംപ്ലീറ്റ് റൂട്ട്ലെസ് ആക്കും. എന്നിട്ട് അവരെ ഇഷ്ടമുള്ള മറ്റവർക്ക് ഭരിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി കൈ കൊടുക്കും. ഇപ്പോഴും നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 75 വർഷമായി ട്രാൻസ്ഫറാ. എന്തിനാണ്? കൈക്കൂലി മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തത്. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഇത് ഈ നമ്മൾ പറയുന്ന പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആലോചിച്ചത് ഈ പഴയ ബ്രിട്ടീഷുകാരുടെയോ രാജാക്കന്മാരുടേതായിട്ടുള്ള സിസ്റ്റത്തിന് പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഉണ്ടാകേണ്ടതുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരാരാണ്? ഉദ്യോഗസ്ഥന്മാർ സഹിതം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. കാരണം അവർക്ക് ആരുമായിട്ടൊരു കണക്ഷനില്ല. അവരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് അയാൾ നല്ല സേവനമാണ് നടത്തിയാൽ നമ്മൾ ഊബറുകാരന് മാർക്ക് കൊടുക്കുന്ന പോലെ മാർക്ക് കൊടുക്കണം. ആ മാർക്ക് വേണം ഇവന് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. നല്ല പോലീസുകാരനാണ്, ഇയാൾക്ക് ശമ്പളം തരണമെന്നുണ്ടെങ്കിൽ ഈ സേവനം കൊടുത്ത ആൾ തനിക്ക് റേറ്റ് തരണം. താൻ ആ ആളിനെ റേറ്റ് ചെയ്യണം. ശല്യക്കാരനായ ഒരു വ്യവഹാരിയാകുന്നതാണോ അല്ലയോ എന്നുള്ള അറിയാനായിട്ട് അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഊബറുകാരന് അവൻ്റെ യാത്ര ചെയ്യുന്നവനെ അവൻ റേറ്റ് ചെയ്യും. കാരണം സ്ഥിരം പരാതി പറയുന്ന ഒരുത്തനാണെന്ന് അറിഞ്ഞാൽ അവർക്കറിയാൻ നടപടിയെടുക്കേണ്ട കാര്യമില്ല എന്നറിയാം. മറ്റേത് അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് ചെയ്യണം. ഇതുവരെ ഒരു അധ്യാപകന് റേറ്റ് ചെയ്തിട്ടില്ല ആരും. കുട്ടികൾ എന്തുകൊണ്ടാണ് റേറ്റ് ചെയ്യേണ്ടാത്തത്? അധ്യാപകർക്ക് പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത അധ്യാപകർ വീടിനടുത്ത് കൈക്കൂലിയും കൊടുത്ത് കയറിയിരിക്കുന്ന അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇപ്പോഴാണ് നമ്മളിത് മനസ്സിലാവുള്ളൂ നമ്മൾ എവിടെയാണ് ഈ നിൽക്കുന്നത്. വല്ലവർക്കും വേണ്ടി നമ്മൾ പണിയെടുക്കും. ഇതുകൊണ്ടാണ് ഈ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരായിട്ടാണ് മാറുന്നത്. ആകെ അറിയാവുന്ന നിങ്ങൾ ഈ പറയുന്ന പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്നവർ, അതുകൊണ്ടാണ് അവിടെ തെള്ളുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന നിലവാരത്തിലുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണമെന്നുള്ളതേ ഉള്ളൂ. ഒരു ജൂറി സിസ്റ്റം, ഒരു കേസിന് ഒരു രണ്ട് കക്ഷികളെ അടുത്തറിയുന്ന ആൾക്കാരെല്ലാവരും കൂടെ അതിനകത്തുനിന്നൊരു സെലക്ഷൻ നടത്തിയ ഒരു ജൂറി ആ കേസിന് മാത്രമേ വയ്ക്കാവൂ. അവർ തന്നെ സ്ഥിരം ഇരുന്ന് പോയാൽ കുഴപ്പമാക്കും. അതൊക്കെ നമ്മൾ ഇതുപോലെ ആലോചിക്കാനാണ്. ഇതുപോലെ പല തരത്തിലുള്ള പുതിയ സിസ്റ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് തർക്കപരിഹാര കേന്ദ്രം എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഇനി നമ്മൾ വേറെ വലിയ പരിശോധനയ്ക്കൊക്കെ ഇത് മറ്റേതില്ലാതായി പോകുമെന്നാണ് ഞാൻ പറയുന്നത്. കോടതിയെല്ലാം പൂട്ടിക്കളയേണ്ടതാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ 50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കേസ് തീരുന്ന സ്ഥലങ്ങളാണ് ഇന്നുള്ളത്. ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തർക്കപരിഹാര കേന്ദ്രമാണ് നമുക്കുണ്ടാകേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മൾ ചെന്നാൽ നമ്മുടെ ആശുപത്രിയിൽ ചെന്നാൽ അപ്പം തന്നെ നമ്മളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ ആക്സസിബിളായിട്ടുള്ള ആശുപത്രി തുടരേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനത്തെ ആശുപത്രികളുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിൽ മുഴുവനും ചെന്നാൽ നമുക്ക് അവിടെ കയറാനും ഒക്കത്തില്ല. ഒരു തരത്തിലും ഇൻഷുറൻസ് ഇല്ലാതെ ഒരു ചികിത്സയും നടക്കത്തില്ല. ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ആക്സസിബിലിറ്റി ഉള്ള ആശുപത്രികൾ തുടരേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കേണ്ടതാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞാലേ ജനാധിപത്യം ആരംഭിക്കുന്നതിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ഞാനീ പറയുന്നത്. അത് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇതാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചാൽ ഞാനീ പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ആലോചിക്കാം. അത് ആലോചിച്ച് ചെയ്യണമെന്ന് ആലോചിച്ചാൽ ഞാൻ ഇതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതിൻ്റെ ഫോംസ് രൂപപ്പെടുത്തണം എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. അത്രയാണ് അതിനകത്ത്. ഇപ്പോൾ ഈ ചോദിച്ച സാധനം എന്ത് ചെയ്യണം, നമ്മൾ എന്തുവാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ചെയ്യണം. മൈത്രേൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിന് ശരിക്കും എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതോ ഈ അർത്ഥമില്ലാത്തൊരു ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് മനുഷ്യന്മാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച സംഭവങ്ങളാണോ ദൈവവും ജീവിതാഭിലാഷങ്ങളും മറ്റു അംബിഷൻസൊക്കെ? ഇതൊന്ന് ആരെങ്കിലും പറഞ്ഞാൽ മനുഷ്യർ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ലോകത്തിനകത്ത് നമ്മൾ ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ എല്ലാ ജീവികളെ പോലെ 2 കാര്യം നമ്മൾ ചെയ്യും. അത്
നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുകൂലമാക്കാനൊക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മറ്റൊന്നുള്ളത് അനുകൂലമാക്കാൻ കഴിയാതിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ അനുകൂലപ്പെടുന്ന പ്രവൃത്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ രൂപമാറ്റം വരെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്ന്. അതാണ് അനുകൂലമാക്കുന്ന പണി. അല്ലെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റാത്തതിനോട് ചേരാൻ എങ്ങനെ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കും. അതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് രണ്ട് പ്രവൃത്തിയാണ് ജീവൻ എപ്പോഴും ചെയ്യും. അതൊരു മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നുമല്ല. നമ്മൾ ജീവനകത്തെ ഒരു വിഭാഗമാണ് നമ്മൾ. കോടിക്കണക്കിന് ജീവന് ഉള്ളതിനകത്ത് ആ ഓരോ ജീവനും അതിൻ്റെ ചുറ്റുപാടിനെ അതിനനുകൂലമാക്കാൻ ശ്രമിക്കുകയോ അനുകൂലമാക്കാൻ കഴിയാതിരിക്കുന്നതിനോട് ഇണങ്ങാൻ ശ്രമിക്കുക. ഇണങ്ങുക, ഈ രണ്ട് പ്രക്രിയയാണ് ജീവിതത്തിൽ ചെയ്യുന്നത്. ഈ ചെയ്യുന്നത് നമ്മളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവി തന്നെയാണ്. ആ ജീവിച്ചിരിക്കുന്ന ജീവി വ്യത്യസ്ത സാഹചര്യങ്ങളിലെ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടായാണ് ഈ വ്യത്യാസങ്ങളുണ്ടാകുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് പലതരത്തിൽ പറ്റും എന്ന് ഓരോ തരത്തിലുള്ള ജീവികൾ എന്ന് ഞാൻ വ്യത്യാസ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നത് വഴിയാണ് വ്യത്യസ്തതകളുള്ള ജീവികളാകുന്നത്. ലോകത്തൊരു ജീവനേ ഉള്ളൂ. നമ്മൾ ഏത് ജീവനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ ജീവന് വേറൊരു ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. ആ ജീവൻ തമ്മിൽ ചേർന്ന് അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വേറൊരു ജീവനിൽ നിന്ന് ഇങ്ങനെ ആയതെന്നുള്ളത് കാണാൻ പറ്റും. ഇങ്ങനെ പുറകോട്ട് നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ ഒരു മരത്തിലെ ബ്രാഞ്ച് തമ്മിൽ ചേർന്ന് ഒരു പോയിന്റിലെത്തുന്ന പോലെ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് നമ്മൾ പറയുന്ന ലൂക്ക എന്ന് പറയുന്ന ഒറ്റ ജീവനിൽ എത്തിച്ചേരും. ഇതാണ് നമുക്കറിയാവുന്ന ജീവൻ്റെ അവസ്ഥ. ആ അവസ്ഥയ്ക്കകത്ത് അന്ന് തൊട്ട് ചുറ്റുപാടിനെ അനുകൂലമാക്കുകയും ചുറ്റുപാടിനോട് ഇണങ്ങുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ട് പ്രവൃത്തിയെ ജീവൻ ചെയ്യുന്നുള്ളൂ. ചെയ്യാൻ പല സാഹചര്യങ്ങൾക്ക് വ്യത്യാസപ്പെട്ട് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ കട അടച്ചിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കട അന്വേഷിച്ച് നമ്മൾ പോയി ഭക്ഷണം കണ്ടുപിടിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ ചപ്പാത്തിയുള്ളൂ. എന്നാൽ ചപ്പാത്തി തിന്ന എന്ന് തീരുമാനിക്കുമ്പോൾ ചോറ് തിന്നുകൊണ്ടിരുന്നവർ ചപ്പാത്തി തിന്നുമ്പോൾ ചപ്പാത്തി തിന്നുന്നതിനനുസരിച്ചിട്ടുള്ള ജീവിതക്രമം മാറും. നമ്മുടെ ജീവിതത്തിനും മാറ്റം വരും. ഇതുപോലെ ഈ ചുറ്റുപാടും ഇങ്ങനെ നോക്കിയാൽ മേപ്പോട്ട് സൂര്യപ്രകാശം കിട്ടി വളരുക എന്ന് പറയുന്നതാണ് ജീവൻ ആദ്യമേ തൊട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനു വേണ്ടി മേപ്പോട്ട് പൊങ്ങാനായിട്ട് ശ്രമിക്കുന്ന ജീവികളാണ് ഈ കാണുന്നത് എല്ലാ ചെടികളും സകല സാധനം. പലതരത്തിൽ മേപ്പോട്ട് പൊങ്ങാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചാൽ വാഴയായതും തെങ്ങായതും ആലായതും എല്ലാം പലതരത്തിലാണ്. അങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രശ്നത്തിന് പല പരിഹാരമുണ്ട്. പ്രശ്നം ഒന്നാണ്, പക്ഷെ പല പരിഹാരമുണ്ട്. നീ തെക്കോട്ട് നടക്ക്, ഞാൻ വടക്കോട്ട് നടക്കാം എന്ന് പറയുന്ന നിലവാരത്തിൽ വ്യത്യസ്തമായ ഭക്ഷണ അന്വേഷണത്തിനനുസരിച്ചിട്ട് ഒരാൾ പോയിട്ട് മാങ്ങ കൊണ്ടുവരും, വേറെ ആൾ പോയി മീനെ പിടിച്ചുകൊണ്ട് വരും എന്ന് പറയുന്ന പോലുള്ള വ്യത്യാസപ്പെട്ട ജീവിതം ആരംഭിക്കുന്നത് വ്യത്യസ്ത പരിഹാരങ്ങളുള്ള പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. ഇങ്ങനെയാണ് ഈ വ്യത്യാസങ്ങളുണ്ടായത്. ഈ വ്യത്യാസങ്ങളുണ്ടായതിൻ്റെ തുമ്പത്താണ് അതിലൊരു വിഭാഗം ജീവികളാണ് നമ്മൾ. കോടിക്കണക്കിന് ജീവികളുള്ളതിൽ ഒരു ജീവിയാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മരത്തിനകത്ത് നിൽക്കുന്ന ഓരോ ശാഖയുടെയും ഒരു തുമ്പുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ ജീവനെ മുഴുവൻ മനസ്സിലാക്കേണ്ടത്. ഈ കാണുന്ന എല്ലാ ജീവനും ആധുനികമായ ജീവനാണ്. അല്ലാതെ ആ മരം പ്രിമിറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. ഈ കാലത്ത് ജീവിക്കുന്ന ജീവിയാണ്. അല്ലാതെ നമ്മൾ മോഡേണും മറ്റുള്ള ജീവികളെല്ലാം പ്രിമിറ്റീവ് ആണെന്നായിരുന്നു പണ്ട് മനുഷ്യന്മാർ തെറ്റിദ്ധരിച്ചിരുന്നത്. ആധുനിക ബാക്ടീരിയ ഉള്ളത്, ആധുനികമായ പുൽച്ചാടിയാണുള്ളത്, ആധുനികമായ പാറ്റയാണുള്ളത്. നമ്മുടെ പാറ്റയെ പറ്റിയല്ല പറഞ്ഞേ, ആധുനിക പാറ്റയാണ്, ആധുനിക കടുവയാണുള്ളത്, ആധുനിക മനുഷ്യരാണുള്ളത്. കാരണം എല്ലാ മരത്തിൻ്റെയും തുമ്പ് ഏറ്റവും പുതിയതാണ്. ഈ തുമ്പ് മറ്റേ തുമ്പിനെ പോലെ വ്യത്യസ്തമായ ഒരുപോലെ അല്ല ഇരിക്കുന്നത്, വ്യത്യാസമാണ്, അത്രയേ ഉള്ളൂ. പല പരിഹാരം ലോകത്തുള്ളത് കൊണ്ട് വ്യത്യാസമായ പരിഹാരങ്ങളിലൂടെ വ്യത്യസ്തതകൾ ആർജിച്ച ജീവനേ ഉള്ളൂ. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് പകരം പണ്ട് നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യനെന്ന് പറയുന്ന ജീവി സ്പെഷ്യലാണെന്നാണ് വിചാരിച്ചിരുന്നത്. മനുഷ്യനെന്ന ജീവി സ്പെഷ്യലാണ്, മറ്റ് ജീവികളെല്ലാം പ്രിമിറ്റീവ് ആണെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ. അപ്പം മനുഷ്യർ സ്പെഷ്യലാണെന്ന് പഠിച്ചപ്പോൾ എന്ത് പറ്റി? ആ മനുഷ്യരിൽ തന്നെ
വ്യത്യസ്തതകളുള്ളവരെ കാണാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി നമ്മൾ സ്പെഷ്യലും മറ്റുള്ളവരെല്ലാം താഴെയാണെന്ന് അതും പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അവസാനം പുരുഷന്മാരാണ് സ്പെഷ്യലെന്നും സ്ത്രീകൾ താഴെയാണെന്നും വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്പെഷ്യലായ ജീവികളാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച ഒരു ജീവിയും കൂടെയാണ് നമ്മൾ. അങ്ങനെ ലോകത്തിനെ മനസ്സിലാക്കാനും ഈ പറയുന്ന ഇണങ്ങാനും വേണ്ടി ശ്രമിച്ച സമയത്തുണ്ടായ വ്യത്യാസങ്ങളനുസരിച്ച് പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ തോട്ടിൻ്റെ കരയെ കഴിയുന്നവൻ തോട്ടിൽ നിന്ന് മീനെ പിടിക്കാൻ പഠിക്കും. മറ്റേ കടലിൻ്റെ അരികിലുള്ളവൻ കടലിൽ നിന്ന് മീനെ പിടിക്കാൻ പഠിക്കും. മലയുടെ ചവിട്ടിൽ താമസിക്കുന്നവൻ തേനെടുക്കാൻ പഠിക്കും. മരത്തെ കയറാൻ പഠിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത ശൈലികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ, അതിനനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ, അതാത് സാഹചര്യം അനുസരിച്ചിട്ടുള്ള ജീവിതങ്ങളെ നടക്കത്തുള്ളൂ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോ മനുഷ്യക്കൂട്ടം എടുത്താൽ പോലും വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഭൂമധ്യ രേഖയിൽ ജീവിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം തട്ടി ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി തടയുന്ന സാധനമാണ് നമ്മുടെ കറുത്തിരിക്കുന്ന ശരീരം. അതേ സമയത്ത് ഉരുണ്ട ഭൂമി ആയത് കാരണം കൊണ്ട് വടക്കോട്ടോ തെക്കോട്ടോ നമ്മൾ യാത്ര ചെയ്താൽ സൂര്യപ്രകാശം നേരിട്ട് കിട്ടത്തില്ല, ചരിഞ്ഞേ വരുള്ളൂ. സൂര്യപ്രകാശം ഒരേ സമയത്ത് തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളുണ്ടെങ്കിലും അതേ സാധനം അതേ സൂര്യപ്രകാശത്തിൽ നിന്ന് വേണം നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കറുത്ത ശരീരം ആയിട്ടിരുന്നാൽ സൂര്യപ്രകാശം ചരിഞ്ഞു വരുന്ന സ്ഥലത്ത് എത്തുമ്പോൾ കഴിയുന്നത്രയും സൂര്യപ്രകാശം സംഘടിപ്പിക്കണം. അപ്പോൾ കറക്റ്റിരിക്കുന്നവർ വേഗം ചത്തുപോകും. അപ്പോൾ കുറച്ച് വെളുത്തവർ ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ നാൾ ജീവിക്കുന്നത്, അവരുടെ മക്കൾ കൂടുതൽ ജീവിക്കും. അപ്പോൾ വടക്കോട്ടും തെക്കോട്ടും യാത്ര ചെയ്തവർ മുഴുവൻ വെളുക്കും. ഇങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ കറുത്തിരിക്കുക എന്ന് പറയുന്നത് ഭൂമിത്തിരയുടെ വിശേഷത കൊണ്ട് മാത്രം ഉണ്ടാകുന്ന, അല്ലാതെ കറുത്തവർ വേറെ ഉണ്ടായതും വെളുത്തവർ വേറെ ഉണ്ടായതും അല്ല. പക്ഷേ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. കാരണം നമ്മൾ ഈ കറുത്തടുത്ത് നിന്ന് വടക്കേ അറ്റത്തോട്ടോ തെക്കേ അറ്റത്തോട്ടോ യാത്ര ചെയ്തപ്പോൾ വെളുത്ത് പോയത് ആയിരക്കണക്കിന് വർഷം കൊണ്ടാണ്, ആയിരക്കണക്കിന് തലമുറകൾ കൊണ്ടാണ്. പക്ഷേ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം വള്ളം കണ്ടുപിടിച്ച് ചടയെന്ന് വന്ന് നോക്കുമ്പോൾ കാണാൻ പെട്ടെന്ന് കറുത്തവരും വെളുത്തവരും വേറെ വേറെയാണെന്ന് തോന്നിപ്പോയത് കാരണം കൊണ്ടാണ് വിളമ്പന്മാരെന്നും കറമ്പന്മാരും എന്നൊക്കെ തെറ്റിദ്ധരിച്ച് രണ്ട് വംശം ഉണ്ടെന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വംശമൊക്കെ എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യം ഇപ്പം ഞാനീ പറയുന്ന പോലൊന്നും അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് ഇതെല്ലാം ഏതോ ഒരു കോന്തനുണ്ടാക്കിയാണെന്ന് തെറ്റിദ്ധരിച്ച വകയിലുണ്ടായതാണിത്. അതെന്തുകൊണ്ടാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടാണ് ആ പ്രശ്നം ആരംഭിക്കുന്നത്. ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആ നടക്കുന്നതിന് തൊട്ട് മുമ്പ് മറ്റ് പലതും സംഭവിച്ചാലേ ഇത് സംഭവിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ തേങ്ങ താഴോട്ട് വരുന്ന നമ്മുടെ തലയിൽ വീണിട്ടാണ് ആ തല ബോധം കിട്ടാൻ കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. തേങ്ങ വീണിട്ടാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ബോധം കെട്ട് കിടക്കുന്നതിന് കാരണം തേങ്ങ തലയിൽ അടിച്ചതാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതാണ് ആദ്യത്തെ നമ്മുടെ അനുഭവം. അപ്പം ലോകത്ത് എന്തെങ്കിലും നടന്നാൽ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് എന്നുള്ള അറിവുണ്ട്. അതിനെയാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാലത്താണ് മനുഷ്യർ സ്വാഭാവികമായിട്ട് ഒരു ചീള് കല്ലെടുത്ത് ഷാർപ്പായിട്ടുള്ള വശം കൊണ്ട് നമ്മളൊരു മരത്തേലിൻ്റെ തോലിളക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൃഗത്തിൻ്റെ തോലിളക്കും. ഇതിനെല്ലാം ഇത് ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന കല്ല് ഒരു തവണ രണ്ട് തവണ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കല്ല് കളയാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയും അതിനേക്കാളും നല്ല കല്ല് കാണുമ്പോൾ ഈ കല്ല് കളഞ്ഞ് മറ്റേ കല്ലെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ചില കല്ല് പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന അറ്റത്ത് ഷാർപ്പായപ്പോൾ ഒരു പിടിയുള്ള കല്ലായി. അപ്പോൾ പിടിയുള്ള കല്ലിൽ കയ്യെ കൊള്ളുന്ന ഒരു ഒരു സ്ഥലത്തിട്ടൊന്ന് ഉരച്ച് കുറച്ചൊന്ന് റൗണ്ടാക്കി ഒരു പിടിയുള്ള കല്ലുണ്ടാക്കിയപ്പോൾ ആരോ ഒരുത്തൻ ചോദിച്ചു, എടാ ഇതാരാ ഇത് ഇങ്ങനെ ആക്കിയതെന്നല്ല ചോദിച്ചത്. അതാണ് പ്രശ്നമായിപ്പോൾ. ഇതാരാ ഇതിങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചത്. അത് കൃഷ്ണനാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് ശരി, ഇത് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ ആകുന്നതിന് കൃഷ്ണൻ കാരണമാണെന്ന് നേരത്തെ നമുക്ക് യുക്തി കൊണ്ട് നമുക്കറിയാം, കാരണമായി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഒരു പുറകിലൊരു കാരണമുണ്ട്, അതുണ്ടാക്കിയവനുണ്ട്, അത് കൃഷ്ണനാണെന്നുള്ള കാര്യം പഠിച്ചതോടെ എല്ലാവരും ഇവിടെ ചായയൊക്കെ കുടിച്ചത്. ചായയൊക്കെ കുടിച്ചതാണെന്ന് പറഞ്ഞ ഇവിടെ മീനെ തിന്നിട്ടായിരിക്കും.
അല്ലെങ്കിൽ പഴത്തെ കയറി പഴമൊക്കെ തിന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വേറൊരു പണിയില്ലാതെ ഇപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് സമയം ചോദ്യം ചോദിച്ച പോലുള്ള ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ എടാ ഈ കാണുന്ന നക്ഷത്രമൊക്കെ ആരടാ ഉണ്ടാക്കിയെന്നൊന്ന് ചോദിച്ചു പോയി. അപ്പം ഈ കൃഷ്ണൻ ഉണ്ടാക്കിയതല്ലയോ ഈ അവിടെ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ പുറകിലൊരുത്തം വേണമെന്ന് കാര്യകാരണ സഹിതം നല്ല യുക്തിവാദികളാണ് ദൈവത്തിനെ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പുറകിലൊരു ശക്തി ഇതുണ്ടാക്കാനുണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ലോകത്തുള്ള എന്ത് കാര്യവും നടക്കുന്നതിന് പുറകിലൊരു ശക്തി വേണം, ആരോ ചെയ്യണം എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഒരു പാറ പൊടിഞ്ഞ് മണ്ണാകുമ്പോൾ ആരും പുറകിലൊന്നും ഇല്ലായിരുന്നുള്ള കാര്യമൊക്കെ സൂക്ഷിച്ചെന്ന് നോക്കിയാൽ ഈ ഉണ്ടാക്കിയതല്ലാതെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. പക്ഷെ അത് നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ വലിയ ഉണ്ടാക്കലുകാരനെയൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഏത് സ്ഥലത്ത് ഏത് കാലത്താണ് ഇതിനെപ്പറ്റി ആലോചിച്ചതെന്ന് പറഞ്ഞാൽ എത്രത്തോളം അറിവ് തനിക്കുണ്ടോ അത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള ഉണ്ടാക്കലുകാരനെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ആദ്യകാലത്ത് ഉണ്ടാക്കിയവനൊക്കെ നമ്മളെ പോലുള്ള ആളുകളെ തന്നെയാണ് ഉണ്ടാക്കിയത്. പിച്ചാത്തിയും വെട്ടുകത്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ദൈവത്തിനെയൊക്കെയാണ് ആദ്യം കണ്ടുപിടിച്ചത്. നമുക്ക് ലോകത്തിനെ പറ്റിയുള്ള വിവരം കൂടുന്നതനുസരിച്ചിട്ട് ഉണ്ടാക്കലുകാരനും ഇതുപോലെ സൂക്ഷ്മമായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം യേശുക്രിസ്തു പറയത്തില്ലേ സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ 10,000 വർഷം അല്ല 50,000 വർഷം കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ കഥകളെല്ലാം ഉണ്ടാക്കിയാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഇത് വേറെ ഒന്നിനുമല്ല. നമ്മൾ ആലോചിച്ചാൽ ഉത്തരം ഇല്ലാതിരുന്നിടത്തൊക്കെ ഒരു ഉത്തരം പറയാൻ ബാധ്യത വരും. അത് ഇയാളൊരു കൊച്ചിനെ വളർത്തുകയാണെങ്കിൽ കണിശമായിട്ട് ഇയാളൊരു 100 ഉത്തരം ഒരു കാര്യമില്ലാതെ പറയും. കാരണം കുട്ടിയുടെ അടുത്ത് എടാ അത് ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പം ചിലത് അവൻ ചെയ്താൽ എന്താണെന്ന് ചോദിക്കുമ്പം അതിന് അങ്ങനെ ഉത്തരവില്ല. അപ്പം ഉത്തരം അറിഞ്ഞുവിടാത്ത സ്ഥലത്തെല്ലാം അവരവരുടെ സങ്കല്പം അനുസരിച്ച് ഇഷ്ടം പോലെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ സകല ഗോത്രവും നമ്മൾ സ്പെഷ്യലാണെന്നുള്ളത് നേരത്തെ പറഞ്ഞ് ആ സ്പെഷ്യലാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ സ്പെഷ്യലായി നമ്മുടെ ദൈവം ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ചിട്ടാണ് സകല ഗോത്രത്തിനും കുലദൈവം എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ലോകത്തുള്ള സകല ഗോത്രങ്ങളും കുലദൈവങ്ങളിലാണ് ഉണ്ടായത്. ഈ ദൈവത്തിനെ എല്ലാം കൂടെ തമ്മിൽ ചേർത്താണ് ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിൽ ഭയങ്കര സൂക്ഷ്മമായ ദൈവം 2 എണ്ണത്തിൻ്റെ വിടവിലൊക്കെ ഒളിച്ചിരിക്കുന്ന ദൈവം വരെ കണ്ടുപിടിച്ചിരിക്കുന്ന കാലത്താണ്. അങ്ങനത്തെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ എന്താണ്? ആർക്കറിയാം? ദൈവത്തിനറിയാം. എന്നുവെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്തതെല്ലാമാണ്. ഇയാളിപ്പോൾ ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പോവുമോ? മോട്ടോർ സൈക്കിൾ ഓടിക്കത്തില്ലേ? ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയോ വണ്ടി ഞാൻ ഓടിക്കുന്നത് എങ്ങനെയാണോ ശരിയായിട്ട് ഓടിപ്പിക്കണമെന്ന് പറയുമോ? ഇതൊന്നും ചെയ്യത്തില്ല, താൻ പുല്ലുപോലെ ഓടിക്കും. പക്ഷെ അറിഞ്ഞുകൂടാങ്കിൽ ഇയാൾ പ്ലെയിനിൽ കയറാൻ പോവുകയാണ്, ഓട്ടോറിക്ഷയിലിരിക്കുക, ട്രാഫിക് ജാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾ അപ്പം വിളിക്കും, ഇങ്ങനെ ഇരിക്കും ആദ്യം. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട് വേമ്പെട്ടു. നമുക്ക് പറ്റാതിരിക്കുമ്പോൾ, ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ദൈവം. അത് നമ്മുടെ അറിഞ്ഞുകൂടാതെ, ലോകത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത സകല സാധനത്തിനെയും ചേർത്താണ് ഈ തരത്തിലാതെ ഓരോ കാലത്ത് ഓരോ മനുഷ്യരുടെ ഏത് തരത്തിലുള്ള മനുഷ്യരാണോ ഈ വിഷയങ്ങൾ ആലോചിച്ചിട്ടുള്ള അവരുടെ മുഴുവനും കൂടെ ഉത്തരം കൂടെ ചേർന്ന് ഒരു 10,000-50,000 വർഷം കൊണ്ട് നമ്മൾ കാറ് കണ്ടുപിടിച്ചതുപോലെ, ടെലിഫോൺ കണ്ടുപിടിച്ചതുപോലെ, ആദ്യം ഉണ്ടാക്കുമ്പോഴൊക്കെ വളരെ പ്രാകൃതമായ ഫോണല്ലേ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, സ്മാർട്ട് ഫോണല്ലേ ഉണ്ടാക്കുന്നത്. ഇതുപോലെ സ്മാർട്ട് ദൈവങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഏറ്റവും അവസാനത്തെ ദൈവമൊക്കെ സ്മാർട്ട് ഫോൺ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കുഴപ്പം. അപ്പോൾ ഈ എന്താണ് അവന് ഇവിടുത്തെ കോയമ്പത്തൂർ ഒരു കോന്തനുണ്ടല്ലോ, എന്തോ അവൻ്റെ പേര്, അതെ ഈസ. അവനൊക്കെ ഇതുപോലെയുള്ള സ്മാർട്ട് ഫോൺ പോലത്തെ ഉത്തരം പറയും. അതൊക്കെയാണ്, ഇങ്ങനെയാണ് അതൊക്കെ ഉണ്ടാകുന്നത്. ഈശാ ഫൗണ്ടൻ എന്തുവായിരുന്നു അതിൻ്റെ പേര് മറന്നേ പോയില്ല. ജഗ്ഗുവിൻ്റെയൊക്കെ ഉത്തരം കേൾക്കുമ്പോൾ ഇങ്ങനെയാണിത്. ഈ സ്മാർട്ട് ഫോൺ കണ്ടുപിടിക്കുന്ന പോലെ ഇവൻ കുത്തിയിരുന്ന് ആലോചിച്ച് ഇതുവരെ ആളുകൾ പറഞ്ഞതിനേക്കാളും മെച്ചപ്പെട്ട ഉത്തരം പറയാൻ വേണ്ടി സകലത്. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നർ എഞ്ചിനീയറിങ് എന്നൊക്കെ, എഞ്ചിനീയറിങ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നറെന്നും കൂടെ അതിനെ മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശാസ്ത്രമായെന്ന് തോന്നും. ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞാണ്
ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള വളരെ സങ്കീർണമായ ഉത്തരങ്ങൾ പറയും. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തടുത്ത് അവസാനം ഈ അറിഞ്ഞുകൂടാ, അതിനെ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വിടവുകളുടെ അകത്ത് ഇരിക്കുന്ന ദൈവമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്കറിയാം. ഇപ്പം ഗൂഗിൾ മാപ്പും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പോകുന്നത് എങ്ങോട്ടാണെന്ന് പോലും കണ്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത നമ്മൾക്ക് ലോകത്തിനെ, പ്രപഞ്ചത്തിനെ അറിഞ്ഞു തീരാനൊക്കുന്ന ഒരു പ്രപഞ്ചമല്ല. അത് നിരന്തരം മാറുന്നതാണ്. അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നവരണം എന്നാൽ അറിഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഏതറിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ സാധനം വീണ്ടും മാറും. അതിപ്പോൾ ഇയാൾ ഈ റോഡിൽ എത്ര കടയുണ്ട്, ഇവിടെ എത്ര ആളുണ്ട്, ആരൊക്കെയാണെന്നെല്ലാം ഇയാൾ മാപ്പ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയാൽ ഈ ആളുകളാരും ഇവിടെ കാണുന്നത് വേറെ ആൾക്കാരായി ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ മാറിപ്പോകുന്ന, അറിഞ്ഞ സ്ഥലം മാറിപ്പോകുന്ന സ്ഥലത്താണ് പ്രപഞ്ചം. അതുകൊണ്ടാണ് അങ്ങ് വെച്ചേക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് പതുക്കെ മാറുന്നതും പെട്ടെന്ന് മാറുന്നതുമായ വ്യത്യാസം മാറ്റത്തിനുണ്ട്. അപ്പോൾ ഇയാൾ ഹിമാലയ പർവ്വതം കുറേ നാൾ കഴിഞ്ഞ് എന്ന് നോക്കിയാലും അവിടെ ഇരിക്കും. പക്ഷേ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൽ 10 മരം കൂടുതലുണ്ടായിട്ടുണ്ടെന്ന്. നേരത്തെ ഇരുന്ന പാറയൊന്നും അവിടെ ഇരിപ്പില്ലെന്ന്, അതൊക്കെ തറയെ കിടക്കുകയാണെന്നൊക്കെ കാണും. പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറുന്നില്ലെന്ന് തോന്നിപ്പോൾ. എപ്പോഴും അവിടെ ഇരിക്കുന്ന പോലെ തോന്നും. കാര്യം എന്ന് പറഞ്ഞാൽ അത് 2 കോണ്ടിനെൻ്റ് തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമായത് കാരണം കൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ അത് ഒത്തിരി നാളവിടെ, നമ്മളെ സംബന്ധിച്ചോളം ഒത്തിരി നാളവിടെ ഉള്ളതാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ മാറ്റങ്ങളുടെ ശൃംഖലയുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതേസമയത്ത് ഇയാൾ ബാക്ടീരിയയാണ് ഈ ഹിമാലയത്തിന് പകരം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണിന് മുമ്പിൽ ലക്ഷക്കണക്കിനായി മാറിപ്പോകും. 2 അവിടെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അങ്ങനെയല്ല, ഒത്തിരി ഉണ്ട് എന്ന് പറയുന്ന നിലവാരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്. അതുകൊണ്ട് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ അറിഞ്ഞു തീരുന്ന പ്രപഞ്ചമില്ല. അപ്പോൾ അറിഞ്ഞു തീരാൻ കഴിയാത്തൊരു പ്രപഞ്ചത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ അറിഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നും അറിഞ്ഞു തീരാത്ത ഒരു സ്ഥലം അവിടെ ഉണ്ട്. അവിടെ എല്ലാം ഈ പറയുന്ന കള്ളദൈവം കയറി നിൽക്കും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെയാണ് ഈ ദൈവങ്ങളൊക്കെ ഉള്ളത്. അല്ലാതെ ഈ കാര്യകാരണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യകാരണമായിട്ടല്ല. ഒരു കാര്യം നടക്കണമെങ്കിൽ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. പക്ഷെ പണ്ടുള്ളവർ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ തീ ഉള്ളിടത്ത് പുകയുണ്ട് എന്നൊക്കെ പറയും. പുകയുണ്ടെങ്കിൽ തീയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ പറയും. ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റും? ഒരു കാര്യവും ഒരു കാരണമെന്ന് പറഞ്ഞിട്ടാണ് സകല നിയമം സഹിതം ഉണ്ടാക്കിയിരിക്കുന്നത്. കുത്തിയവനെ ഉണ്ടെങ്കിൽ കൊന്നവനുണ്ടെങ്കിൽ എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറയുന്ന പോലെ ഉള്ള ഉത്തരവാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ 4 ഇഞ്ചുള്ള പിച്ചാത്തിയും കൊണ്ട് നടന്ന പോലീസ് കേസില്ല. എന്തുകൊണ്ടാണ്? ഹൃദയത്തിനകത്ത് കുത്തിയാലേ ചാകത്തുള്ളെന്നുള്ള സങ്കല്പത്തിൽ 6 ഇഞ്ചെങ്കിലും വേണം നീളം. അപ്പോൾ അല്ലെങ്കിൽ അങ്ങ് വരെ എത്തത്തില്ല. അപ്പോൾ ഇയാൾ കുത്തിയാൽ ഒരാൾ ചാകണമെന്നില്ല. ഇത്രയും നീളമുള്ള പിച്ചാത്തി ഉണ്ടാക്കിയ കൊല്ലനെ പിടിക്കണ്ടേ? കൊല്ലനാണ് അതിന് പ്രധാന കാരണം. ഇനി ഇയാൾ കുത്തിയാൽ ഷാർപ്പ്നെസ് ഇല്ലെന്ന് വെച്ചോ, കയറത്തേ ഇല്ല. ചാകും നമ്മൾ, കുത്തി നമ്മൾ ചാകും, ക്ഷീണിച്ച് ചാകത്തില്ല മറ്റത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. കാരണം ഇരുമ്പ് കണ്ടുപിടിച്ചവനല്ലേ ഈ വിജാത്തിയുടെ ആളുകൾ. അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിച്ചവനെ തൊട്ട് ചിരിക്കേണ്ടി വരും. അപ്പോൾ ആയിരക്കണക്കിന് കാരണങ്ങൾ ചേർന്നിട്ടാണ് ഒരു കാര്യം, അല്ലാതെ കാര്യകാരണമല്ല. കാരണങ്ങളും കാര്യമാണുള്ളത്. ഇതുപോലൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ അല്ലത് മനസ്സിലാക്കുന്നത്. ഏത് കാര്യത്തിനും പുറകിലൊരു കാരണമുണ്ടെന്ന് പറയുന്നതല്ല, ഏത് കാര്യത്തിനും കോടിക്കണക്കിന് കാരണമുണ്ടെന്നുള്ളത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പോയ ആറ്റവും ഒക്കെ പൊട്ടിത്തെറിച്ചാലേ ഇവിടെ 2 പേര് തമ്മിൽ ഇടിക്കാനൊക്കത്തുള്ളൂ. അവൻ്റെ എല്ലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തന്നെ, അവൻ്റെ മസിലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും ഒക്കെ മറ്റേ ഗ്രഹത്തിന് മറ്റേ വലിയ സൂപ്പർനോവ പൊട്ടിത്തെറിച്ചാൽ കാർബൺ ആറ്റമൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ കാർബൺ ആറ്റമൊക്കെ ഉണ്ടാക്കിയ സൂപ്പർനോവയൊക്കെ ഇവിടെ ഇടിയുണ്ടാക്കിയവൻ്റെ പേരിൽ കേസെടുക്കേണ്ടതാണ്. ഇതിനെല്ലാം എങ്ങനെയാണ് ഇതൊക്കെ നിൽക്കുന്നത്? അപ്പം നമ്മൾ വളരെ റെഡ്യൂസ് ചെയ്ത് ചെറിയ ഇത് വെച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന കൺഫ്യൂഷനാണ് നമുക്കുള്ളത്. സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയാൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ഒന്നും ആകത്തില്ല. നമുക്കറിയാം, നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയുണ്ട്, പക്ഷെ നമുക്ക് ബാക്കിയൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ആ അറിയാവുന്ന കാര്യങ്ങളുടെ മേഖല ഓരോ വർഷവും വികസിക്കുന്നതിനാണ്
ശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞാനമല്ല ഈ ആഴ്ചയിലുള്ളത്. കാരണം നമ്മളതിന് കുറച്ചുകൂടെ വിപുലമായിട്ടും കുറച്ചുകൂടെ ആഴത്തിലും നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്. അതുകൊണ്ടാണ് ആദ്യകാലത്തുണ്ടാക്കിയ ഫോണല്ലിത്. ആദ്യം ഫീച്ചർ ഫോണാണ്, അത് കഴിഞ്ഞ് നമ്മൾ സെൽഫോണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഫോണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രയോഗവും ഉപയോഗവും ഒക്കെ കംപ്ലീറ്റ് മാറി. ഇന്ന് നമുക്കൊരു ലൈബ്രറി ആവശ്യമില്ല, നമുക്കൊരു ക്യാമറ ആവശ്യമില്ല, നമുക്ക് ഇന്നൊരു റേഡിയോ സ്റ്റേഷൻ ആവശ്യമില്ല, നമുക്കൊരു കമ്പ്യൂട്ടർ ആവശ്യമില്ല. നമുക്ക് നമ്മൾ ആലോചിക്കാൻ വയ്യാത്തൊരു സാധനമാണ് ഈ മുന്നേ ഇരിക്കുന്നത്. ഇങ്ങനെ ഇത് ട്രാൻസ്ഫോം ചെയ്തു പോകുന്ന പോലെ ലോകത്ത് ആദ്യം ഒരു ബാക്ടീരിയയ്ക്ക് പോലെ ഇരുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പം നമ്മളിരുന്ന് ഈ ചർച്ച ചെയ്യുന്നവരായിട്ട് ഇരിക്കുന്നത്. ആയിരക്കണക്കിന് ബാക്ടീരിയകൾ തമ്മിൽ ചേർന്ന് അവർ ജീവിക്കാൻ ശ്രമിച്ചപ്പം ഉണ്ടായിപ്പോയവരാണ് നമ്മളെല്ലാം. ഇപ്പോഴും ഒരു കോശത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്, ഒരു കോശത്തിനകത്തു നിന്നാണ് അത് 1, 2 എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ടെക്നോളജി തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. അതേസമയത്ത് 2 എണ്ണം പലയിടത്തു നിന്നുള്ളത് തമ്മിൽ ചേർത്തിട്ട് 1 തന്നെ ഉണ്ടാക്കിയിട്ട് അത് 2 പണിയാണ് നമ്മൾ ലൈംഗികത എന്നൊക്കെ പറയുന്നത്. ഇതുപോലെയാണ് ഈ മരണമൊക്കെ പിന്നെ കണ്ടുപിടിച്ചത്. ബാക്ടീരിയ മരിക്കത്തില്ല, 1, 2 ഉള്ളൂ. മരണം പിന്നീട് കണ്ടുപിടിച്ചതാണ്. കാര്യം ഇതിനേക്കാൾ എഫിഷ്യൻ്റായ ഒരു കൊച്ചിനെ ഉണ്ടാക്കി വളർത്തിയ നേരത്തെ ഇരിക്കുന്ന വയസ്സിനെ സംരക്ഷിക്കാൻ എളുപ്പമല്ലെന്ന് കണ്ടുപിടിച്ചിട്ട് കളഞ്ഞതാണ്. അങ്ങനെയാണ് മരണം കണ്ടുപിടിച്ചത്. അല്ല മരണമൊക്കെ ജനിച്ചാൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ഭയങ്കര ജ്ഞാനികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനിക്കുന്ന ഒറ്റയ്ക്കാണെന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒറ്റയ്ക്ക് ജനിക്കാൻ പറ്റുമോ? പക്ഷേ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇപ്പം ഈ പറയുന്ന പോലൊന്നും അല്ല ഇത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയും. മനസ്സിലാക്കി തീരുന്നതല്ല പ്രപഞ്ചം, അത് മറക്കണ്ട. കാരണം മാറും, അറിഞ്ഞത് മാറുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ അറിവ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് നോക്കിയാൽ ഈ റോഡ് തിരിച്ചറിയാൻ പറ്റാതെ ഇവിടെ ഒരു 100 വീട് വേറെ ഉണ്ടായിപ്പോൾ 100 കടയുണ്ടാകും, പല കടയും പൂട്ടിപ്പോയി. അറിയാവുന്ന കുഞ്ഞിരാമൻ അവിടെ ഇല്ല, കൃഷ്ണൻ എന്നേ ചത്തുപോയി, അവൻ്റെ മക്കളെങ്ങാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. നമുക്കറിയാവുന്ന ഒരാളും അവിടെ കണക്ക്. ഇങ്ങനെ മാറിപ്പോകുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുമ്പോൾ പലതരത്തിലുള്ള ഗ്രേഡിലനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളനുസരിച്ചിട്ട് വേണം അതിനെല്ലാം മനസ്സിലാക്കാൻ. അപ്പം നീണ്ട കാലയളവ് കൊണ്ട് പതുക്കെ മാറുന്നതും പെട്ടെന്ന് മാറുന്നതുമായ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള റേഞ്ചുണ്ട്. അപ്പോൾ ഒരു സ്പെക്ട്രം പോലെയും അതേപോലെ ഡെപ്തിലും അറിയാം. പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ലോകത്തോട്ട് നമ്മൾ താഴോട്ട് പോയാൽ ഡെപ്താണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ കണ്ടുപിടിക്കാനൊക്കത്തില്ല. തൻ്റെ ശരീരത്തിലെ ആറ്റവും എൻ്റെ ശരീരത്തിലെ ആറ്റവും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന് 13.8 ബില്യൺ വയസ്സെങ്കിലും ഉണ്ട്. നമ്മളുമായിട്ട് അതിനൊരു വയസ്സ്, നമ്മുടെ വയസ്സുമായിട്ട് അതിനൊരു ഇനി ആറ്റം മാറി ഇയാളും ഞാനും ആവുകയാണോ? ഒന്നും മാറിയിട്ടില്ല. ആറ്റം അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ വേറെ തരത്തിലാവും. ഇങ്ങനെയാണ് അതിൻ്റെയൊക്കെ ടെക്നിക്ക്. അത് പിന്നെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പറയേണ്ട ഒരു ഏരിയ ഉണ്ട്. അത് എങ്ങനെയാണ് ആ പ്രോപ്പർട്ടി അതുവരെ ഇല്ലാതിരിക്കുന്ന ഒരു ഗുണം അവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അറിവ് വേറെ വേണം. അല്ലാതെ വല്ലവരും ചുമ്മാതെ കണ്ടുപിടിച്ചതൊന്നും അല്ല. വിവരമില്ലാതിരിക്കുമ്പോൾ പറഞ്ഞ ഒരു ഉത്തരവാണ് സകല ദൈവങ്ങൾ.